Hi, good morning. നമുക്ക് ഇന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഗരം മസാലപ്പൊടി വീട്ടിൽ തയ്യാറാക്കിയാലോ. എല്ലാവരും ഗരം മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ പല രീതിയിലാണ് ഉണ്ടാക്കുക. നിങ്ങൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ രീതിയിലുള്ള ഗരം മസാലപ്പൊടിയാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ഗരം മസാലപ്പൊടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയ ആളുകളെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. വേറെ പുറത്തു നിന്ന് വാങ്ങിച്ചിട്ട് അത്ര ഇൻഗ്രീഡിയൻസ് വേണം, ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്നൊന്നും പറയുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള എല്ലാ മസാലകളും ഉപയോഗിച്ചിട്ട് കുരുമുളക് ഒഴിവാക്കിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കറികളിലും കുരുമുളക് ചേർത്തിട്ടാണല്ലോ കറി ഉണ്ടാക്കുക. അതുകൊണ്ട് കുരുമുളക് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഗരം മസാല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കൂടി ചേർക്കാം. പക്ഷേ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഗരം മസാല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു മസാല ട്രൈ ചെയ്യൂ. നമുക്ക് എങ്ങനെയാണ് ഗരം മസാല തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ സാധാരണ ജീരകം നമ്മുടെ ക്യൂമിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്, ഒരു 5 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 പീസ് പട്ട, അത് 2 ഇഞ്ച് വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 2 തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ജാതിക്കയുടെ പകുതി, അത്രയാണ്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പു, പിന്നെ തക്കോലം, ജാതിക്ക, പിന്നെ പട്ട, ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയമെടുത്ത് റോസ്റ്റ് ചെയ്യുക. ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബേ ലീഫും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മസാലകൾ ഇതാ ഒന്ന് ചൂടായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ബേ ലീഫിനൊന്നും ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല. ബേ ലീഫൊക്കെ ചേർത്തിട്ട് വേഗം തന്നെ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബേ ലീഫ് ചേർത്ത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിനി പെരിഞ്ജീരകം ചേർക്കാം. നമ്മുടെ നല്ല ജീരകം മാത്രം ഏറ്റവും ലാസ്റ്റ് ചേർക്കാം കേട്ടോ. നല്ല ജീരകം വേഗം കരിഞ്ഞു പോവും. അതുകൊണ്ട് നല്ല ജീരകം ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പെരിഞ്ജീരകം ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചോളൂ. ചെറിയ ബർണറിൽ തന്നെയാണ് വെക്കേണ്ടത്. പെരിഞ്ജീരകം ചൂടായി വരാൻ ഒരു 1 മിനിറ്റ് സമയം എടുക്കും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂട് മാറിയിട്ട് മാത്രം പൊടിക്കാം കേട്ടോ. ചൂടോടുകൂടി പൊടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. ഞാനിപ്പോൾ കുരുമുളക് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടാണ് പല റെസിപ്പീസും ഉണ്ടാക്കാറുള്ളത്, അല്ലെങ്കിൽ കുരുമുളക് ചേർത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ നല്ല ജീരകം, നമ്മുടെ സാധാരണ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ജീരകവും കൂടി ഒന്ന് ചൂടായി വരണം. പൊട്ടി വരണ്ട കേട്ടോ. പൊട്ടി വരണ്ട ഒരു ജീരകവും. എല്ലാ ജീരകവും ഒന്ന് ചൂടായി വന്നാൽ മതി. ഇപ്പോൾ തന്നെ നല്ല സ്പൈസസിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഒരു 1/2 മിനിറ്റ് മതി നമ്മുടെ നല്ല ജീരകം ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറ് നന്നായിട്ട് ഉണങ്ങിയ ജാറായിരിക്കണം. ഒട്ടും നനവില്ലാത്ത ജാറിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. അത്രയും സമയം ഇളക്കി കൊടുക്കും. ചട്ടിയുടെ ചൂടിലിരുന്ന് കുറച്ച് സമയവും കൂടി ഒന്ന് ചൂടായിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ചൂട് മാറിയിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ മസാല എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ ചൂട് മാറിയപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗരം മസാല വീട്ടിലുണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു മസാല പൊടിച്ച് കഴിയുമ്പോൾ വീട് നിറയെ നല്ല ഗരം മസാലയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ വീട്ടിൽ തന്നെ ഗരം മസാല ഉണ്ടാക്കിയിട്ട് എല്ലാ കറികളിലും ഉപയോഗിക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ
നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.